ഈ മഴക്കാലത്ത് നമ്മുടെ റോസാ ചെടിക്കൊക്കെ നല്ലപോലെ ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു സമയമാണ്. എന്നും കൊടുക്കണമെന്നല്ല, ആഴ്ചയിൽ ഒരിക്കലും 15 ദിവസം കൂടുമ്പോഴും ഒക്കെ കൊടുക്കണം. പിന്നെ നല്ല ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റോസയിലൊക്കെ നല്ല കട്ടയ്ക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടിക്ക് സിങ്കും അയണും കോപ്പറും ഇതിൻ്റെയൊക്കെ കുറവ് മൂലം ഇല മഞ്ഞളിക്കുക, ഇല മുരടിക്കുക, പൂക്കൾ കൊഴിഞ്ഞു പോവുക, കമ്പുകൾ കറുത്തു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലാതെയും ഉണ്ടാവാറുണ്ട്. വെള്ളം ചെടിച്ചട്ടിയിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാലും ഈ ഒരു കാരണം തന്നെ ഉണ്ടാവാറുണ്ട്, ഇല മഞ്ഞളിച്ച് പോകുന്ന ഒരു പ്രശ്നം. അപ്പം ചെടിച്ചട്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് റോസയെ സംരക്ഷിച്ച് നിർത്താൻ പറ്റിയ ഏക മാർഗം. അപ്പോൾ റോസയിലൊക്കെ നല്ല കട്ടയ്ക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോകില്ല കേട്ടോ. റോസാ ചെടിക്ക് കൂടുതലായിട്ടും ഇഷ്ടം അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണ്. ഈ മണ്ണിൽ നടുമ്പോഴാണ് നമ്മുടെ റോസാ ചെടി നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് റോസാ ചെടികൾക്ക് അസിഡിറ്റി കൂടുതലുള്ള മണ്ണ് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറവ് മൂലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫെർട്ടിലൈസറൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം സഹായിക്കും. ഇത് നമ്മൾ ആഴ്ചയിലും 15 ദിവസം കൂടുമ്പോഴും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ലൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇത് ചെടികളുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് ചെയ്യാം. അതുപോലെ തന്നെ കായപ്പൊടി 1 ടീസ്പൂൺ കായപ്പൊടിയും ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിലെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത് 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ റോസാ ചെടികളിലും എല്ലാ ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇല മുരടിപ്പ്, ഇല മഞ്ഞളിപ്പ്, പൂക്കൾ കൊഴിഞ്ഞു പോവുക, ഇങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഇങ്ങനെ മാറി മാറി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇന്നത്തെ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മുരിങ്ങയിലയാണ്. നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ശരീരത്തിന് എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് മുരിങ്ങയില. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് ചെടികൾ പൂക്കാനായിട്ടും മുരടിപ്പ് മാറാനായിട്ടും ഒക്കെ ഇത് ജൈവ കീടനാശിനിയായിട്ടും ഒക്കെ ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. പുളിച്ച തൈര് തന്നെ എടുക്കണം. ചെടികൾ പൂക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് തൈര്. പുളിച്ച തൈരായതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മണ്ണിന് അസിഡിറ്റി കൂടുതൽ. രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് 2 രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യാം. ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ കൂട്ടി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുവടുകളിൽ ഒഴിച്ച് കൊടുക്കാനാണെങ്കിൽ ഒരു 2.5 ലിറ്റർ വെള്ളവും കൂടെ എക്സ്ട്രാ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ റോസാ ചെടികൾക്കും ഏത് ചെടികൾക്കും കൊടുക്കാവുന്നതാണ്. കൂടുതലും റോസാ ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുമ്പോൾ അളവ് കുറച്ച് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ കൊടുക്കാം. പച്ചക്കറികൾക്കും കൊടുക്കാവുന്നതാണ്. റോസ കൂടുതലായിട്ട് അസിഡിറ്റി കൂടുതലുള്ള മണ്ണ് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിന് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് തൈരിൽ നിന്നും കിട്ടും. പുളിച്ച തൈര് അതിന് ഏറ്റവും അധികം ബെസ്റ്റാണ്. അപ്പം നല്ല ഇതുപോലുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു റോസാ ചെടി നന്നായിട്ട് നിറഞ്ഞു പൂക്കും. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. മഴക്കാലം ആയതുകൊണ്ട് വളം മാറ്റി നിർത്തി ഒന്നും ചെയ്യേണ്ട. 15 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളിതൊക്കെ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. മിക്കവാറും ആൾക്കാർ മഴക്കാല സമയമാകുമ്പം അധികം വളങ്ങളൊന്നും കൊടുക്കാതിരിക്കും. റോസയ്ക്ക് അധികം വളങ്ങൾ വേണ്ടാന്നും പറഞ്ഞ്. എന്നാൽ അത് തെറ്റാണ്. അത് നമ്മൾ എപ്പോഴും വേനൽക്കാലത്ത് കൊടുക്കുന്ന പോലെ തന്നെ മഴക്കാലത്തും കൊടുക്കണം. പിന്നെ ഒരുപാട് വെള്ളം കടിക്കുന്ന സമയത്തൊന്നും ഒരുപാട് വളം കോരി ഒഴിക്കുന്നത് മാത്രം. പൗഡർ രൂപത്തിലുള്ള വളങ്ങളാണെങ്കിൽ മുട്ടത്തോടും അതുപോലെ തന്നെ തേയിലച്ചെണ്ടിയും ഇങ്ങനെയൊക്കെ പൊടിച്ച വളങ്ങൾ നമ്മൾ ചെടികളുടെ ചുവടുകളിൽ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ സവോളയുടെ തൊലിയൊക്കെ ഇതുപോലെ മണ്ണിൽ നടുന്ന റോസയ്ക്കൊക്കെയാണ് കുഴിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ റോസാ ചെടിക്കാണ് ഈ ഒരു വളം കൊടുക്കുന്നത്. ഇത് ഞാൻ മണ്ണിൽ നട്ട റോസാ ചെടിയാണ്. ഓൾറെഡി അതിന് മുട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല തളിർപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ തളിർപ്പിൽ നിന്നൊക്കെ ധാരാളം മുട്ടുകൾ ഉണ്ടാവാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ചെടിച്ചട്ടിയിലുള്ള റോസയ്ക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പം മഴ ഒരു ദിവസം കുറഞ്ഞു നിന്നുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്. അതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണുന്നതായിരിക്കും. ഓരോ വളവും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ മാറി മാറി ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ റോസയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇത് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.